കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി. കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാം 18 റോസ് ഗോൾഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച്. ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറും 5 ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട്. ഈ ഓഫർ ഡിസംബർ 15 മുതൽ ഫെബ്രുവരി 15 വരെ മാത്രം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പാഴ്വസ്തുക്കളിൽ നിന്നും കുട്ടികൾ സ്വയം കളിപ്പാട്ടം നിർമ്മിക്കുന്ന ശില്പശാലയ്ക്ക് ശ്രീകൃഷ്ണപുരത്ത് തുടക്കമായി. ശ്രീകൃഷ്ണപുരം ഋതുവിൽ സംഘടിപ്പിച്ച ശില്പശാല പ്രശസ്ത സിവിൽ എഞ്ചിനീയറും IIT ബിരുദധാരിയുമായ സുബിതാണ് നയിച്ചത്. പാഴ്വസ്തുക്കളിൽ നിന്നും കുട്ടികൾ സ്വയം കളിപ്പാട്ടം നിർമ്മിക്കുന്ന ശില്പശാല സംഘടിപ്പിച്ച സൊസൈറ്റി സീക്കിംഗ് ദ വോയിസ് ഓഫ് ഇഫക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രെൻഡ്സ് ശ്രീകൃഷ്ണപുരം പ്രശസ്ത സിവിൽ എഞ്ചിനീയറും IIT ബിരുദധാരിയുമായ സുബിദ് ആണ് ശില്പശാല നയിച്ചത്. ശ്രീകൃഷ്ണപുരം ഋതുവിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കുട്ടികൾ അവരവർക്കുള്ള കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ച സ്വയം പര്യാപ്തത നേടുന്നതോടൊപ്പം അത് റിപ്പയർ ചെയ്ത് അതിൻ്റെ കേടുപാടുകൾ തീർക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുകയുമാണ് ഈ ശില്പശാലയിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് നേതൃത്വം നൽകിയ സുബിദ് പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം എന്ന ഗ്രാമത്തെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞൊരു 10 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ കൂട്ടായ്മയാണ് സ്വീറ്റ്. സ്വീറ്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു ലൈബ്രറിയും ഒരു കളിപ്പാട്ട നിർമ്മാണശാലയും അതോടൊപ്പം പുസ്തകങ്ങൾ, കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ വിൽക്കുന്ന ഒരു കേന്ദ്രവുമുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതിനകത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ട നിർമ്മാണം, കളിപ്പാട്ട രൂപകൽപ്പന, അതുപോലെ തന്നെ ക്യാമ്പുകൾ, കുട്ടികൾക്കുള്ള മറ്റ് പരിശീലനങ്ങൾ, അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുള്ള പരിശീലനങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ തുടർന്നു വരുന്നുണ്ട്. ഇതുപോലെ സംഘടിപ്പിക്കാറുണ്ടെന്നും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സ്വീറ്റ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഇത്തരം ശില്പശാലകളും ക്യാമ്പുകളും ആഴ്ചകൾ തോറും സംഘടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സ്വീറ്റിന്റെ ഭാരവാഹി എൻ മണികണ്ഠൻ പറഞ്ഞു. ഇത് ഋതുവിൽ നിന്ന് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് എളുപ്പം കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് സ്വന്തമായിട്ട് കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാനുള്ള ചെറിയൊരു വർക്ക്ഷോപ്പാണ്. ഞാനതിന് അഹിംസ കളിപ്പാട്ട വർക്ക്ഷോപ്പ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സാധാരണ വലിയൊരു പാഴാക്കുന്ന പല പല വസ്തുക്കൾ കൊണ്ട്, ഇപ്പോൾ കുപ്പിയുടെ അടപ്പ്, നമ്മൾ തന്നെ എഴുതി കഴിയുന്ന പേന, പൊട്ടി ബലൂൺ, അങ്ങനെ പല പല സാധനങ്ങൾ കൊണ്ടും നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കാനും റിപ്പയർ ചെയ്യാനും പറ്റുന്ന നല്ല നല്ല കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ചെറിയൊരു സ്പേസ്. നമ്മൾ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നു, കുട്ടികൾക്ക് ചെറിയൊരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നു, ബാക്കി അവർ സ്വന്തമായിട്ട് പലതും നിർമ്മിക്കുന്നു. സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ കുറച്ച് സ്വാതന്ത്ര്യമാണ് വേണ്ടത് കളിപ്പാട്ടങ്ങളെക്കാളും. എന്നാലും കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള സ്വയം പര്യാപ്തയുടെ കുറച്ച് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള പകർന്നുകൊണ്ടുള്ള ചെറിയൊരു ക്ലാസ്സാണ് ഇന്നിപ്പോൾ ഋതുവിൽ നടക്കുന്നത്.